നോക്കുന്ന ബഹളത്തിലാണ്. ഇവിടെ നല്ല വരിക്കച്ചക്ക വെച്ച് ജ്യൂസ് കിട്ടുന്ന ഒരു കടയാണ്. ചക്കയുടെ സീസൺ അല്ലെങ്കിൽ തന്നെ ഇവിടെ ചക്ക കൊണ്ടുള്ള ജ്യൂസ് കിട്ടും. നമ്മൾ ഏത് സമയത്ത് വന്ന് ചോദിച്ചാലും കിട്ടുന്നതാണ്. കൂടുതൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ചക്ക ഷേക്ക്, ചക്ക ജ്യൂസ് ആ സീസൺ മിക്കവാറും ഇവിടെ കാണും. എല്ലാ ടൈമിലും ചക്ക കാണും. എങ്കിലും തീരെ ഇല്ലാത്തന്നെ കാണുന്നുള്ളൂ. അതാണ് കൂടുതൽ പോകുന്നത്. പിന്നെ ഫ്രൂട്ട് സർബത്ത് പോകുന്നത്. ഫ്രൂട്ട്സ് നട്ട്സ് സർബത്തുണ്ട്. 7 ഐറ്റം നട്ട്സ് ഐറ്റവും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർന്നതും അല്ലാതെ പഴവർഗ്ഗങ്ങൾ എല്ലാം എല്ലാവരും ചേർന്നുള്ള ഫ്രൂട്ട് സർബത്തുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത്. അത് എല്ലാ ദിവസവും ഉണ്ട്. ചക്ക സീസൺ ടൈമിൽ അതും പോകുന്നുണ്ട് കൂടുതൽ. സീസൺ അല്ലെങ്കിലും ചക്ക തീർച്ചയായിട്ടും ഒരുമാതിരി ഉള്ള ദിവസങ്ങളൊക്കെ ഞാൻ ചക്ക കിട്ടുന്നുണ്ട്. നമുക്ക് ഒരു 8 മാസം വരെ ചക്ക, ഒരു വർഷത്തിൽ 8-9 മാസം വരെ കിട്ടും. ഒരു 3 മാസം ആ മഴക്കാലത്ത് മാത്രം ഇത്ര ഒന്ന് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അല്ലാതെ എപ്പോഴും ചക്ക ഷേക്കാണ് കൂടുതൽ പോകുന്നത്. പിന്നെ എല്ലാ ഐറ്റം കരിക്ക് ഷേക്കും ഉണ്ട്. ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം. നല്ല ടേസ്റ്റ് ഉണ്ട്. വരിക്കച്ചക്കയുടെ ഫ്ലേവർ ഒക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഉണ്ട്. നല്ല ചക്കയുടെ നല്ല ടേസ്റ്റ് ഉണ്ട്. വരിക്കച്ചക്കയാണോ ഉപയോഗിക്കുന്നത്? അതെ, വരിക്കച്ചക്ക മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. വിളഞ്ഞ് നല്ല പഴുത്ത മധുരമുള്ള മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അല്ലാതെ കൂടച്ചക്കയൊന്നും ഇതിനൊക്കെ ഉപയോഗിക്കത്തില്ല. ഫ്രൂട്ട്സ് സർബത്തും ഞങ്ങൾക്ക് അതിനകത്ത് അണ്ടിപ്പരിപ്പ്, ബദാം, കപ്പലണ്ടി, ടൂട്ടി ഫ്രൂട്ടി, ചെറി, ഈന്തപ്പഴം, ഉണക്കമുന്തിരി അങ്ങനെയുള്ള എല്ലാം ചേർന്ന് ഞങ്ങൾ ഫ്രൂട്ട് സർബത്ത് വയ്ക്കുന്നുണ്ട്. വലിയ ഗ്ലാസ്സാണ്. 650 മില്ലി ഗ്ലാസ്സാണ്. വലിയ ഫ്രൂട്ട് സർബത്താണ് അത്. ഞാനിപ്പോ കുടിച്ചോണ്ടിരിക്കുന്നത് ഇത് വരിക്കച്ചക്ക ഷേക്കാണ്. ഈ ചക്കയുടെ നല്ല ഫ്ലേവറും ഉണ്ട്, നല്ല മധുരവും ഉണ്ട്. ഇത് ഓഫ് സീസൺ ആണെങ്കിൽ ഇവിടുന്ന് ചക്കയുടെ ഷേക്കും ചക്കയുടെ ജ്യൂസും കിട്ടും. ഞാൻ ഷേക്ക് മാത്രമേ ഉണ്ടെന്ന് വിചാരിച്ചിരുന്നത്. അപ്പൊ ചക്കയും ഷേക്കും ഉണ്ട്, ജ്യൂസും ഉണ്ട്. ചേച്ചി, ചക്കയുടെ ജ്യൂസ് കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? സൂപ്പറാണ്. നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. ഫ്ലേവർ ഒക്കെ. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞേക്കും. വരുന്നത് ശ്രീരാഗം എന്ന് പറഞ്ഞ ജംഗ്ഷൻ, അഴീക്കോട്ടെ ജംഗ്ഷൻ ഉണ്ട്. ശ്രീരാഗ ജംഗ്ഷന്റെ തൊട്ടടുത്തുള്ള ജംഗ്ഷൻ അഴീക്കോട്ടെ ജംഗ്ഷനാണ്. നമ്മുടെ ഈസ്റ്റ് ഹോട്ടലിന്, ബുഹാരി ഹോട്ടലിന് നേരെ ഈഞ്ചിക്ക് പോകുന്ന ബൈപ്പാസ് റോഡ്.